ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു നഴ്സറിയിൽ പോയ വീഡിയോ ആണ്. അപ്പം ഞാൻ ഇവിടെ നിന്നായിരുന്നു പ്ലാന്റുകളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. ഞാൻ ചെറിയ ചെറിയ പ്ലാന്റുകളാണ് വാങ്ങാറുള്ളത്. പിന്നെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണുള്ളത്, തലയേക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കലാത്തിയൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റികൾ അവിടെ ഉണ്ട് കേട്ടോ. കലാത്തിയ, അഗ്ലോണിമ ഒക്കെ അത് നമുക്ക് ചെറിയ തൈകളും അവൈലബിൾ ആണെന്നുള്ളതാണ് ഭയങ്കര സന്തോഷമുള്ളത്. ഇത് ഞാൻ വാങ്ങിയ ചെടിയാണ് കേട്ടോ, 2 പോയാൽ എന്തായാലും എന്തെങ്കിലും ഒന്ന് വാങ്ങാതെ പോരൂല. ഏത് വാങ്ങണ്ടെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ വാങ്ങിപ്പോവും. അപ്പോൾ എൻ്റെ കയ്യിൽ ചെടി കൊടുത്തപ്പോൾ കിട്ടിയ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കലാത്തിയൻ്റെ ഒക്കെ വലിയ തൈകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ഒറ്റ തൈ ആയിട്ടും കിട്ടും. അതൊക്കെ 80 രൂപ 100 രൂപ ഓരോ ചെടികൾക്കനുസരിച്ചാണ് വരിക. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു തരുകയും ചെയ്യും. ഇതൊരു അഗ്ലോണിമയാണ് കേട്ടോ, നല്ല രസമല്ലേ കാണാൻ. ഞാൻ ഇതിൻ്റെ തൈ വാങ്ങിയിട്ടുണ്ട്. അത് ഇതേപോലെ ഇതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് കലാത്തിയാണ് കേട്ടോ. എന്താല്ലേ ഒരു എത്ര വെറൈറ്റികളാണ്. ഇലയൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനെന്തായി ഈ 3 തൈകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതും അതേപോലെ കലാത്തിയൻ്റെ വെറൈറ്റിയാണ് ഇതൊക്കെ. ഈ കാണിക്കുന്നതൊക്കെ കലാത്തിയ വെറൈറ്റികളാണ് കേട്ടോ. വില കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട്. നമുക്ക് 50 രൂപ മുതൽ 40 രൂപ തൊട്ട് തന്നെ അവിടെ പല പല തൈകളും ഉണ്ട് കലാത്തിയൊക്കെ. അപ്പം ഇത് അലോക്കേഷ്യൻ്റെ ഒരു ടൈപ്പ് പെട്ട ചെടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഞാൻ നമ്പർ കൊടുക്കുക. അതിൽ ആ നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒരാഴ്ച തരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ചെടികൾ. അല്ല, ഈ അഗ്ലോണിമക്ക് റേറ്റ് ഉണ്ട്. ഈ അഗ്ലോണിമക്ക് 100 രൂപയാണെന്ന് അവർ പറഞ്ഞത് കേട്ടോ. അതേപോലെ ഇതൊരു ടൈപ്പ് ഓഫ് അഗ്ലോണിമയാണ്. ഇപ്പോൾ ഇഷ്ടമുള്ളവർ പറഞ്ഞില്ലേ, ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് വേണ്ട ചെടീൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്പം അയച്ചു തരൂ കേട്ടോ. അപ്പം ഇതും അതേപോലെ കലാത്തീൻ്റെ വെറൈറ്റിയാണ് എനിക്ക് കൂടുതലായിട്ട് അവിടെ ഉണ്ട് തോന്നിയത് കേട്ടോ. ഉണ്ടോ, ഇതും ഒരു എത്ര പറയാം 150 രൂപ അങ്ങനെ എന്തോന്ന് പറഞ്ഞു. കറക്റ്റ് വിലയൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ പോയ സമയത്ത് ഇതുപോലൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ മോൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് പോയപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. എനിക്ക് ഭയങ്കര പ്രത്യേകതയായി തോന്നി. ഇതൊക്കെ കുഞ്ഞു തൈകൾ നമുക്ക് സാധാരണക്കാർക്ക് പോലും വാങ്ങാൻ പറ്റിയ രീതിയിൽ അവിടെ ഒരു അവൈലബിളാണ്. അതാണ് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയത് കേട്ടോ. ഇത് ഈ ഒരു തൈ ഞാൻ വാങ്ങിയിട്ടോ 40 രൂപ 80 രൂപ അങ്ങനെ എന്തോ ആയിട്ട്. നമുക്ക് ചെറിയ തൈകളാണ് വാങ്ങിയത്. ചെറുത് വാങ്ങിയാൽ നമുക്ക് കൂടുതൽ വാങ്ങാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 150-300 രൂപ തൈ വാങ്ങിയാൽ പിന്നെ നമുക്ക് വേറൊന്നും വാങ്ങാൻ പൈസ തരികയില്ല. ഇതിനൊക്കെ ഭംഗി എത്രത്തോളം കാണുന്നുണ്ട് എനിക്കറിയില്ല. എൻ്റെ ഫോണിൽ പറ്റാവുന്ന രീതിയിൽ ഒരു HD ക്വാളിറ്റിയിലൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, ഈ ഒരു ഇങ്ങനെ അതല്ലാത്ത പല ചെടികളും അവിടെ ഉണ്ട്. ഒരുപാട് ഫ്രൂട്ട്സ് തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല എനിക്ക് അവിടുത്തെ പ്രത്യേകതയായിട്ട് തോന്നിയത് ഏത് ആൾക്കാർക്കും പറ്റിയ രീതിയിലാണ് അവിടെ തൈകളൊക്കെ പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് സാധാ എല്ലായിടത്തും പോയ ഒറ്റ തൈയായിട്ടൊന്നും കിട്ടാറില്ല. ഞങ്ങളെ അടുത്ത് തന്നെ വേറെ നഴ്സറികളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ചെറിയ തൈയൊന്നും ആയിട്ട് എവിടെയൊന്നും കിട്ടലില്ല. അപ്പോൾ ഇവിടെ പോയി നോക്കുമ്പോൾ ഇവിടെ ചെറിയ തൈകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയത് ചെറിയ തൈയാണ്. ഓക്കെ, അപ്പോൾ കണ്ടപ്പോൾ ഞാൻ അവരോട് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞില്ലേ, ഒരു നമ്പർ ഞാൻ അതിൻ്റെ ലാസ്റ്റിൽ ആഡ് ചെയ്യാം. ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ അവരെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണോ രീതിയിൽ ചോദിച്ചിട്ട് വേണമെങ്കിൽ അയച്ചു തരും. നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നേരിട്ട് വന്ന് എടുക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ. എന്ത് രസമല്ലേ കാണാൻ. ഹാങ്ങിങ് പ്ലാന്റ് കുറേ ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ട് കേട്ടോ അവിടെ. കുറേ പിന്നെ ഹാങ്ങിങ് പ്ലാന്റുകൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളെ മാംഗോസ്റ്റ് തൈകളാണ്. അതേപോലെ കവുങ്ങ്, അങ്ങനെ ദേവദാരു പല തൈകളും അവിടെ ഉണ്ട്. എനിക്ക് ഭയങ്കര രസമായി തോന്നി. നല്ല വില അധികമില്ല, നമുക്ക് പാകമായിട്ടുള്ള റേറ്റേ ഉള്ളൂ. സാധാരണ ചെടിക്കടക്കാരൊക്കെ എത്ര റേറ്റ് വാങ്ങും അഗ്ലോണിമക്കൊക്കെ. ഇതിവിടെ ആർക്കും വാങ്ങാവുന്ന രീതിയിൽ വളരെ അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് അപ്പുറത്ത് തന്നെ നടന്ന് നോക്കുമ്പോൾ ഉണ്ട് അവിടെ താമര എനിക്ക് തോന്നുന്നു ഈ ഒരു മഴ ആയതുകൊണ്ടായിരിക്കും ഒരു ഇത് തോന്നുന്നില്ല. പക്ഷെ നല്ലൊരു മുട്ട എമ്മിലുണ്ടായിരുന്നു കേട്ടോ, വലിയ മുട്ടയായിരുന്നു അത്. അവിടെ മഴൻ്റെ സീസണിൽ ഇതൊന്നും അധികം ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ മുളക്, സപ്പോട്ട, എല്ലാവിധ ഫ്രൂട്ട്സ് തൈകളും അവിടെ ഉണ്ട്. അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ. എന്താ പറയുക, പേരൊന്നും ഇപ്പം എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇതിങ്ങനെ വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് പോന്നതാണ്.
ഇത് എന്തോ ടൈപ്പ് വാട്ടർ പ്ലാന്റ് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു മാസംമാറി ചെടീൻ്റെ ഒരു കട്ടിങ് ഞാൻ അവരോട് വാങ്ങിയിട്ടുണ്ട് നടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് സംഭവങ്ങൾ. മൺചട്ടികളും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ, വളങ്ങളും എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കലാത്തിയ, അഗ്ലോണിമ. കലാത്തിയൻ്റെയും അഗ്ലോണിമൻ്റെയും കൂടുതൽ വെറൈറ്റികൾ അവിടെ ഉള്ളത്. കലാത്തിയാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഗ്ലോണിമ അത്ര തന്നെ അല്ല, പക്ഷെ കലാത്തിയ ഒരുപാട് വെറൈറ്റികൾ ഓരോ കയ്യിലുണ്ട്. നല്ലൊരു ചേച്ചിയും കൂടെ ആയിരുന്നു കേട്ടോ അവിടെ സാധനങ്ങൾ എടുത്തു തന്നിട്ടുള്ളത്. ചേച്ചിക്ക് എന്താ പറയുക, നമ്മൾ ചെടി വളർത്തുന്നതിനോട് സപ്പോർട്ടുള്ള നല്ലൊരു ചേച്ചിയായിരുന്നു. ചേച്ചി പറയുന്നുണ്ടായിരുന്നു നന്ന് ചെറുതെടുക്കേണ്ട, കുറച്ചും കൂടെ വലുത് എടുത്തൊന്നാകുമ്പോൾ വേഗം വേഗം തൈകളാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ ഞാൻ ചെറിയ തൈകൾ തന്നെയാണ് എടുത്തത്. എനിക്ക് ഇനിയും കുറേ ചെടികൾ അവിടെ വാങ്ങാനുണ്ട്, പക്ഷേ എന്താ പറയുക, നമ്മളെ ബഡ്ജറ്റ് താങ്ങുന്നില്ല. കുറേ ഓരോന്നായാലും കുറേ എടുത്ത് വരുമ്പോൾ വലിയ സംഖ്യ ആവില്ലേ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 650 രൂപയുടെ ചെടി ഞാൻ വാങ്ങി ഓൾറെഡി. ഞാൻ തൈയായിട്ട് എന്തായാലും നമ്മുടെ ചാനലിലൂടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. കുറഞ്ഞ റേറ്റിലൊക്കെ എല്ലാവർക്കും 50 രൂപ അങ്ങനത്തെ അവൈലബിൾ ആണ് രീതിയിൽ ഞാൻ കൊടുക്കും എന്തായാലും. അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ ചെടി വിശേഷങ്ങൾ. പ്ലാന്റെക്സ് ആണ് ഗാർഡൻ്റെ പേര്, പ്ലാന്റെക്സ് എന്നാണ് കേട്ടോ. പ്ലാന്റെക്സ് കണ്ടോ, ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എന്ത് ഭംഗിയാണ് കാണാൻ അതിൻ്റെ ഇലൻ്റെ കളറ്. ഞാൻ അങ്ങനെ വിചാരിക്കുമായിരുന്നു എങ്ങനെ ഈ വെറൈറ്റികളൊക്കെ ഉണ്ടായത്, എവിടെയാണ് ഇതൊക്കെ ഇപ്പോൾ വളരുന്നതായിരിക്കും. ഓരോരുത്തർ പ്ലാന്റ് ഹണ്ടിങ് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാടുകളിലൊക്കെ ഉണ്ടാവുന്ന ചെടികളൊക്കെ ആയിരിക്കില്ലേ ഇതൊക്കെ, അറിയില്ല കേട്ടോ. ഫേണൊക്കെ പണ്ട് കിണറിലും പിന്നെ പാടത്തൊക്കെ കാണാറുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ഫേണൊന്നും നല്ലത്. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ.